ഗൈസ്, ഞങ്ങൾക്ക് വിളക്കുവാറേ 3 പൂച്ചക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ചക്കി എന്ന് പറയുന്നൊരു പൂച്ചയുടെ 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തിൽ ഒന്നിന്റെ പേര് ഒരെണ്ണം വെള്ളപ്പാറ്റ, ഒന്ന് സൂപ്പർ കുട്ട. അപ്പൊ സൂപ്പറാണ് ഒരു ദിവസം വണ്ടി അടി ചെന്ന് ആത്മഹത്യ ചെയ്തത്. നമ്മുടെ വീട്ടിൽ തന്നെ ചെറുക്കൻ എന്തോ രോഗം ഉണ്ടായിരുന്നു, അങ്ങനെ വണ്ടിയുടെ അടി ചെന്ന് ആത്മഹത്യ ചെയ്തു. അത് കഴിഞ്ഞ് വെള്ളപ്പാറ്റ കിണറ്റി വീണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവന് വെള്ളം നിറയെ കുടിച്ചായിരുന്നു. കിണറ്റി വീണ് അവനെ എല്ലാവരോടും റെസ്ക്യൂ ചെയ്തു. പക്ഷെ അവൻ 2 ദിവസമേ അവൻ ജീവിച്ചുള്ളൂ. പിന്നെ അവന് കണ്ടില്ല, അവിടെ ശവമായി. അല്ല, പിറ്റേ ദിവസം അവനെ പട്ടിക്കൂടിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയായിരുന്നു, ചത്ത നിലയിൽ. അല്ല, കോഴിക്കോടല്ല, കോഴിക്കൂടിൻ്റെ അടിയിൽ നിന്ന് ചത്ത നില കിട്ടിയായിരുന്നു. ഇപ്പോഴും ജീവിക്കുന്നുണ്ട് മിനി ചക്കി. അതിനിപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരു കണ്ടംപൂച്ചയുടെ അതിൻ്റെ 2 കുഞ്ഞുങ്ങളുണ്ട്. ഒന്ന് മറ്റേ ചേട്ടൻ പൂച്ചയും ഒന്ന് അനിയൻ പൂച്ചയും. അതിനകത്ത് ഒരു പൂച്ച എന്താ പറയാ, ഇവള് അസരിയും കൂടെ ആ പൂച്ചയെ സാക്രിഫൈസ് ചെയ്ത് അങ്ങനെ റിയലി നടന്ന കഥയാണ്. ടോർച്ചർ ചെയ്ത് അവസാനം ആ പൂച്ച ഇവള് അസരിയും കാരണം അതും മരണം അടഞ്ഞ് വിറകിന്റെ കീഴിൽ ചത്ത് കിടക്കുമായിരുന്നു. റിയലി നടന്ന ഇവളും അസരിയും കൂടെ അങ്ങനെ അതങ്ങനെ സാക്രിഫൈസ് ആയി അതിൻ്റെ പുനർജീവനായിട്ട് ഒരു പൂച്ച വന്നു. സെയിം സ്വഭാവം, സെയിം എല്ലാവരോടും ആ സെയിം സ്നേഹം, സെയിം ലുക്ക്, എല്ലാം സെയിമായിട്ട്. എന്നിട്ട് ആ പൂച്ച ഇപ്പോഴും എവിടൊക്കെയോ അലഞ്ഞെറിഞ്ഞ് അടപ്പുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ചേട്ടനുണ്ട്, 2 എണ്ണം സെയിം പോലെ ഇരിക്കുവാണ്. പക്ഷേ ഏറ്റവും സെയിം ആ അനിയൻ പൂച്ചയാണ്. മറ്റേ ഇവളും അസുരയും കൂടെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അത് വീണ്ടും എന്താ പറയുക, സെക്കൻഡ് ലൈഫ് എടുത്ത് റീബർത്ത് ചെയ്ത് വന്നേക്കുവാണ്. പക്ഷേ അത് ഇടയ്ക്കൊക്കെ നമ്മുടെ വീട്ടിൽ വരും. അപ്പോൾ ആ പൂച്ച അതിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി വീണ്ടും പുനർജനിച്ച് വന്നിരിക്കുകയാണ് ഇവളെ അസരിയെ കീഴ്പ്പെടുത്താൻ. ഇവളും അസരിയെ കീഴ്പ്പെടുത്തി അതിനെ ടോർച്ചർ ചെയ്ത് കൊന്നു കളഞ്ഞതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവക്ക് നല്ല പണികൾ കിട്ടാൻ തുടങ്ങി. അതായത് നല്ല പനി വന്നു, അതേപോലെ അലമാരിയുടെ മണ്ടയ്ക്ക് നിന്ന് താഴെ വീണു. അങ്ങനെ ഇഷ്ടം പോലെ പണി കിട്ടി. എന്തായാലും അപ്പോൾ അടുത്ത വീഡിയോ കാണാം.